ഇന്ത്യയിൽ ഒരു ബിസിനസ് പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉയർച്ചയിലെത്തിയ ഒരു സ്ഥാപനം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകുമ്പോൾ ആ ബിസിനസ് ഉടമ എന്തു ചെയ്യണം? ആത്മഹത്യയിലേക്കോ, കടക്കെണിയിലേക്കോ, അതോ ഒളിവിലേക്കോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. കരിയറിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ശേഷം അങ്ങനെ ആയിരക്കണക്കിന് ഇന്ത്യൻ യുവജനതയുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം അവശേഷിക്കുന്നുണ്ട്. ബിസിനസ്സിന് സൗഹാർദ്ദപരമായ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ഒരു ബിസിനസ് വിജയിച്ചാൽ ഉടമ ബുദ്ധിമാനാണ്, പരിശ്രമിയാണ്. അതേസമയം ബിസിനസ് പരാജയപ്പെട്ടാലോ ഉടമ എന്തോ തട്ടിപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന പൊതുസമൂഹത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാട് അതിനെയും മാറേണ്ടതില്ലേ? പരാജയപ്പെട്ട ബിസിനസ് ഉടമയെ തോറ്റവനായി കാണാതെ വീണ്ടും ഉയരാൻ തയ്യാറെടുക്കുന്ന ഒരാളായി കാണുന്ന സമൂഹവും സർക്കാരുമല്ലേ നമുക്ക് വേണ്ടത്? ഉയർന്നു വരുമ്പോൾ കൊടുക്കുന്ന കയ്യടികളേക്കാൾ താഴ്ന്നു പോകുമ്പോൾ കൈത്താങ്ങാവേണ്ട സാമൂഹിക ചുറ്റുപാട് ഒരുക്കി കൊടുക്കാൻ നാം ബാധ്യസ്ഥരല്ലേ? ബിസിനസ്സിൽ ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുന്ന ബിസിനസ്സുകാരന് ഒരു ഇൻഷുറൻസ് പരിരക്ഷ അല്ലെങ്കിൽ ബിസിനസ് കടബാധ്യതകൾ തീർക്കാനുള്ള ഒരു സമയം, മറ്റു നൂലാമാലകളും കടബാധ്യതകളും തീർക്കാൻ ഗവൺമെന്റ് സഹായത്തോടു കൂടിയ അദാലത്ത് പോലുള്ള സംവിധാനങ്ങൾ. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം സമൂഹത്തിലുണ്ടെങ്കിൽ ബിസിനസ് തകർന്ന് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു ബിസിനസ് മോഡൽ ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ? സമൂഹത്തിൽ ഓരോ സംരംഭകനും മുന്നോട്ട് പോവാനുള്ള ഊർജം ഇനി പുതിയ തലമുറയ്ക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനമാവണമെങ്കിൽ വീണാൽ എഴുന്നേൽക്കാം എന്ന സംസ്കാരം നമ്മുടെ സമൂഹം ഇനിയും പഠിക്കേണ്ടതില്ലേ? എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കേരള ബിസിനസ് ന്യൂസ് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയല്ല, മറിച്ച് സമൂഹത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കൂ. ശില്പ സൈനിങ് ഓഫ്.